ഗൾഫ് മേഖലയിലേക്ക് പോവുകയാണ്. യുദ്ധത്തിന് ശമനമില്ല. ഇറാന്റെ പ്രത്യാക്രമണം അത് അതിവേഗമാണ്. ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നുള്ള മുന്നറിയിപ്പ് സന്ദേശം നമ്മൾ നേരത്തെ കണ്ടു. ഇറാൻ ഏതെങ്കിലും തരത്തിൽ ആക്രമിച്ചാൽ അതിന്റെ പ്രത്യാക്രമണം ഇറാന് താങ്ങാൻ കഴിയില്ല. അമേരിക്കയുടെ പ്രഹരശേഷി ഇറാൻ താങ്ങില്ല എന്നുള്ള വിവരം ഇപ്പോൾ ഖത്തറിൽ നിന്നുള്ള പുതിയ ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. ആകാശം മുഴുവൻ ഉയരുന്ന രീതിയിലുള്ള പുകച്ചുരുളുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എല്ലാ അമേരിക്കയുടെ സൈനിക വിന്യാസമുള്ള ഇടങ്ങളിലേക്ക് വരുന്ന മിസൈലുകളെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ UAEക്ക് കഴിയുന്നുണ്ടെങ്കിലും പക്ഷേ മിസൈലിന്റെ അവശിഷ്ടങ്ങളൊക്കെ വന്ന് പതിക്കുന്നുണ്ട്. ഇത് ജനവാസ മേഖലയാണ് എന്നുള്ളതാണ്. കംപ്ലീറ്റ് റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഇറാന്റെ മിസൈലുകൾ വന്ന് പതിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന വിവരം. ഖത്തറിൽ നിന്നുള്ള ഏറ്റവും പുതിയ ദൃശ്യമാണ് നമ്മൾ ഈ കാണുന്നത്. ആകാശം മുട്ടെ ഈ പുകച്ചുരുളുകൾ ഉയരുന്നു. ഇത് എവിടെയാണ്? ആർക്കെങ്കിലും പരിക്കുണ്ടോ? ഇവിടെ ആളുകളെ ഒഴിപ്പിക്കേണ്ട സാഹചര്യമുണ്ടോ എന്ന് പോലും നമ്മൾ ആശങ്കപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇത് ഡ്രോൺ അറ്റാക്കിന്റെ ഇതാണ്. ഡ്രോൺ ആണ് ഇറാനെ സംബന്ധിച്ച് ഏറ്റവും സാങ്കേതികമായി അവർ മുന്നിട്ട് നിൽക്കുന്നത് ഡ്രോണുകളിലാണ്. ഡ്രോൺ ഉപയോഗിച്ചുള്ള ആക്രമണത്തിലേക്ക് കൂടി ഇറാൻ കടക്കുന്നു. ഖത്തറിന് നേരെയുണ്ടായ ആക്രമണം അത് ഡ്രോൺ ആക്രമണമാണ്. ആ ഡ്രോൺ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ, ഖത്തറിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഇതിനു മുൻപും ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക യുദ്ധമുണ്ടായ സമയത്തും അന്നും ഖത്തറിനെ തന്നെയായിരുന്നു ടാർഗറ്റ് ചെയ്തിരുന്നത്. പക്ഷേ ഇന്ന് മറ്റിടങ്ങളിലേക്ക് കൂടി, കുവൈറ്റ്, ബഹ്റൈൻ തുടങ്ങിയ മറ്റ് ഗൾഫ് മേഖലയിലേക്ക് കൂടി ഇറാൻ അവരുടെ ആക്രമണം വ്യാപിക്കുകയാണ്. ഇത് ഖത്തറിൽ നിന്നുള്ള പുതിയ ദൃശ്യങ്ങളാണ്. ഇത് കാണുമ്പോൾ തന്നെ, ആ കെട്ടിടങ്ങൾ കാണുമ്പോൾ തന്നെ അത് ജനവാസ മേഖലയാണ്, മനുഷ്യർ താമസിക്കുന്ന, മനുഷ്യർ തിങ്ങിപ്പാർക്കുന്ന ജനവാസ മേഖലയാണ് എന്ന് ഉറപ്പിക്കാൻ കഴിയും. ഖത്തറിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നോക്കൂ. ആകാശം മുട്ടെ ഇത്രയും വലിയ പുകച്ചുരുളുകൾ ഉയരുകയാണ്. അപ്പോൾ എത്രത്തോളം വലിയ പ്രഹരശേഷിയുള്ള ഡ്രോണുകൾ, മിസൈലുകളാണ് ഇറാൻ ഉപയോഗിക്കുന്നതെന്ന് ഈ ദൃശ്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. ഇത് എന്ന് അവസാനിക്കുമെന്നുള്ള വലിയ ചോദ്യചിഹ്നം നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. ഒരു രീതിയിലുള്ള ചർച്ചകളിലേക്ക് കടക്കാൻ ഒരു ലോകരാജ്യങ്ങൾക്ക് പോലും ഇടപെടാൻ പോലും കഴിയാത്ത രീതിയിൽ രണ്ട് വിഭാഗമായി ലോകരാഷ്ട്രങ്ങൾ പോലും മാറുന്ന സാഹചര്യമാണുള്ളത്. ഇതിൽ ഇതിനൊരു അവസാനം വരും? ഭരണമാറ്റം ആണ് ഇറാനിലൊരു ഭരണമാറ്റമാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത്. അതിലേക്ക് എങ്ങനെ എത്താൻ കഴിയും? ഇറാൻ എന്തായാലും ആയുധം വെച്ച് കീഴടങ്ങാൻ തയ്യാറല്ല. അപ്പോൾ ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന ഏറ്റവും വലിയ ആശങ്കയുടെ നിമിഷത്തിലാണ് ലോകം മുഴുവൻ ഇപ്പോൾ നിൽക്കുന്നത്. ഇതിൽ എല്ലാവരെയും ബാധിക്കും ഈ വിഷയം. ഇതിൽ നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ എന്ന കാര്യത്തിൽ ഒരു സംശയവുമല്ല. അത് ഇറാനിലും ഇസ്രായേലിലും അമേരിക്കയിലും മാത്രം ഒതുങ്ങി നിൽക്കില്ല എന്നുള്ളതാണ്. ഇവിടെ കേരളത്തിലെ അടുക്കളയെ വരെ ഈ യുദ്ധം ബാധിക്കും. നമ്മുടെ സ്വർണ്ണ വില ഉയരും, നമ്മുടെ പെട്രോൾ ഡീസൽ വില ഉയരും. കാരണം ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചു. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലേക്കുള്ള ചരക്ക് കപ്പലുകളൊക്കെ വലിയ രീതിയിൽ 4-5 ദിവസം ദൈർഘ്യമെടുത്ത് ആഫ്രിക്കയിലെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി ചുറ്റി വേണം ഇനി ഇവിടേക്ക് മടങ്ങിയെത്താൻ. അപ്പോൾ യാത്രാ ചെലവ്, ഇൻഷുറൻസ് ചെലവ്, ആ രീതിയിൽ 40 മുതൽ 50% വരെ വലിയ വില വർധനയുണ്ടാകും. അപ്പോൾ ഇത് ഗൾഫ് രാജ്യങ്ങളെയോ ഇറാനെയോ ഇസ്രായേലെയോ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല, നമ്മൾ ഓരോരുത്തരെയും ബാധിക്കുന്ന വിഷയമായി ഈ യുദ്ധം മാറുകയാണ്.